എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഷർട്ടിൻ്റെ സൈഡ് എങ്ങനെ ഓവർലോക്ക് ഇല്ലാതെ തയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം സൈഡ് ഇൻസീമായിട്ട് തയ്ക്കുന്നത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഷർട്ടിൻ്റെ ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്കാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം എടുക്കുക. എന്നിട്ട് ഒരു പോയിൻ്റ്, അതായത് 4 ഇഞ്ചിൽ കുറവ്, 4 ഇഞ്ചിൽ പാതി വച്ചിട്ട് ഒരു തയ്യലിടുക. ഇതിങ്ങനെ 4 ഇഞ്ചിൽ ഒരു പോയിൻ്റ് കുറച്ച് തയ്ച്ചിട്ട് ഈ നൂലെല്ലാം അതിലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് തിരിച്ചിടുക. ഇത് മുഴുവൻ കാണിക്കുന്നില്ല, അത് സൈഡ് ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ വച്ചിട്ട് ഇങ്ങനെ തിരിച്ച് പിടിക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് ഒരു പോയിൻറ്റും വെച്ചിട്ട് തയ്ക്കുക. ഇപ്പോൾ ഈ തയ്യൽ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലും പോയി നല്ല ഫിനിഷിങ് വന്നു. പണ്ട് കാലത്തെല്ലാം ഇങ്ങനെ തന്നെയാണ് തയ്ച്ചിരുന്നത്. സൈഡ് സീം ഇങ്ങനെയാണ് വച്ചിരുന്നത്. ഇതിന് ഫ്രഞ്ച് സീം എന്നും പറയും. ഇപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോഴും ബ്ലൗസിൻ്റെ സൈഡ് അടിക്കാനും അതേപോലെ ചുരിദാറിൻ്റെ സൈഡ് ഷോൾഡറൊക്കെ ഇതേപോലെ അടിക്കാം. നൂല് പോകുന്ന തുണിയാണെങ്കിൽ ഇതുപോലെ തന്നെ തയ്ക്കാം. ഓവർലോക്കെല്ലാം വന്നതിന് ശേഷം തയ്ച്ചിരുന്നത് ഇങ്ങനെ തിരിച്ചിട്ട് ഉൾവശത്തുനിന്ന് ഇതേപോലെ ഫ്രണ്ടും ബാക്കും ഒപ്പം പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ ഒരു തയ്യലിടും. എന്നിട്ട് ഇവിടെ സൈഡ് ഓവർലോക്ക് ചെയ്യും. ഇങ്ങനെയാണ് പിന്നീട് ഓവർലോക്ക് എല്ലാം വന്നതിന് ശേഷം തയ്ച്ചിരുന്നത്. ഇനിയിപ്പോൾ വന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ ഷർട്ടിനെയും സൈഡിൽ ഡബിൾ തയ്യലാണ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെ അടിക്കാമെന്ന് നോക്കാം. അത് വന്ന് റെഡിമെയ്ഡിലാണെങ്കിലും കടയിലാണെങ്കിലും ഇപ്പോൾ ഡബിൾ തയ്യലാണ് തയ്ക്കുന്നത്. അതെങ്ങനെ തയ്ക്കുന്നത് നോക്കാം. ഇത് ഷർട്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വച്ചിട്ട് ബാക്ക് പീസ് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുക. അതായത് ഫ്രണ്ടിൻ്റെ ചീത്തവശം, ബാക്കിൻ്റെ നല്ല വശം ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒരു 4 ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ 4 ഇഞ്ച് ഇതിലേക്ക് മടക്കുക. എന്നിട്ട് ഈ 4 ഇഞ്ചിൻ്റെ സൈഡ് കൂടെ ഒരു തയ്യലിടുക ഫുള്ളായിട്ട്. ആയിട്ട് കാണിക്കാം. ഇത് ഇതേപോലെ ഫുള്ളായിട്ട് അടിക്കുക. ഇത് ഹാഫ് സ്ലീവാണ്. ആം ഹോളിൻ്റെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ജോയിൻ്റ് കറക്റ്റായിരിക്കണം. ഇനി ഇതിങ്ങനെ വച്ചിട്ട് ഇതിങ്ങനെ നിവർത്തുക. ഇതിങ്ങനെ നിവർത്തിയിട്ട് ഈ പീസ് ഇങ്ങോട്ട് മടക്കുക. അതായത് എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് മടക്ക് വരിക. ആദ്യം 4 ഇഞ്ച് മടക്കുക, പിന്നെ അത് തയ്ച്ചതിന് ശേഷം ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഈ എൻഡ് കൂടെ ഒരു തയ്യലും കൂടി ഇടുക. ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇതുപോലെ മേലെ ഡബിൾ തയ്യൽ വരും. അടിയിൽ വന്നിട്ട് ഒരു തയ്യലേ വരുള്ളൂ. പക്ഷേ അത് ഫിനിഷിംഗ് ആയിരിക്കും. ഇതിൻ്റെ തയ്യൽത്തുമ്പ് എവിടെയും കാണില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് കംപ്ലീറ്റ് അടിക്കുന്നത്. ഇപ്പോൾ ഓവർലോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഷർട്ട് ഫിനിഷ് ചെയ്തിട്ട് അയൺ ചെയ്യുമ്പോൾ ഈ ഡബിൾ തയ്യൽ നേരെ ബാഗിലേക്കാണ് പോവുക. ഷർട്ട് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഈ ഡബിൾ തയ്യൽ വന്നിട്ട് ഷർട്ടിൻ്റെ ബാക്കിലേക്കാണ് പോവുക. അപൂർവമായിട്ട് ഇപ്പോൾ ബ്രാൻഡഡ് ഷർട്ടിലും പോലും ചിലതിൽ ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ
ഈ തയ്യൽ പുറത്തേക്കായിട്ടും വരുന്നുണ്ട്, അതായത് ബാക്ക് പ്ലെയിനായിട്ടും ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് വയ്ക്കുന്നത്, ബാക്കിലേക്കാണ് തയ്യൽ വിടുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കട്ടിങ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.